ഹേ ഗൈസ്, ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ നെക്സ്റ്റ് 24 അവർ കൊണ്ട് എനിക്ക് റാപ്പ് സോങ് എഴുതാൻ പറ്റൂല്ലെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നും കട്ട മഴയുള്ള ഒരു ദിവസമാണ്. ഞാൻ രാവിലെ ഫുഡ് കഴിച്ചൊന്ന് സെറ്റായി വന്നതിന് ശേഷം മഴ തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം ഒരു 12 മണി വരെ നല്ല കട്ടയ്ക്ക് മഴയായിരുന്നു. ആകാശമൊക്കെ ഇരുണ്ട് കിടക്കണം, കണ്ടില്ലേ? അയ്യോ, ഞാൻ ഒരു കിടിലം കണ്ടന്റ് എടുത്ത് വെച്ചായിരുന്നു ചെയ്യാം, അപ്പോഴും മഴയായി. പക്ഷെ നമ്മളത് ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഐഡിയാസ് ഒന്നും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. ഇന്ന് എടുത്ത ഐഡിയ നമ്മൾ നാളത്തേക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ മഴയായതുകൊണ്ട് നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ എനിക്കൊരു തോട്ട് വന്നു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ഞാൻ റാൻഡമായിട്ട് ചൂസ് ചെയ്തിട്ട് അതിലൊരു റാപ്പ് സോങ് എഴുതി ക്രിയേറ്റ് ചെയ്യുക. സോങ്ങിന്റെ വിത്തൗട്ട് ബീറ്റ്സ് ആണ്, അതായത് ബീറ്റ്സ് ഇല്ലാതെ എന്റെ ആയിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ട് ആ ഒരു കംപ്ലീറ്റ് സോങ് ഞാൻ നിങ്ങളെ പാടി കേൾപ്പിക്കും. അതാണ് ഇന്നത്തെ ഡെയിലി വ്ളോഗിൽ ഞാൻ ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞത്. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രീഡം നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടി ഡെവലപ്പ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നോക്കുക, നമുക്ക് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുതാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, എനിക്കിന്ന് തോന്നണം, മൈൻഡിൽ അതാണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ടൈമിൽ ഇന്നത്തെ ദിവസത്തിന്റെ വ്ളോഗ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ അറിയാൻ പറ്റില്ല ഞാൻ റാപ്പ് സോങ് എഴുതിയ ദിവസമാണെന്ന് അറിയാൻ പറ്റില്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ കൺസെപ്റ്റ് ഉയരട്ടെ, ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു വ്ളോഗിൽ ഈ ഒരു സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ തെറ്റിതാ പൂത്ത് കേട്ടോ, നല്ല 2 കൊല സെറ്റ്. ഇവിടെ ഒരു പൂ, ഇതുകൊണ്ട് ഒരു കൊല, ഒരു കൊല. നല്ല ഭംഗിയല്ലേ ക്യാമറയിൽ കാണാൻ? ആ ചുവപ്പ് നല്ല ഇറച്ചിരിക്കുന്നു. ഇത് മറ്റേ കുറ്റി തെറ്റിയാണ്, ഈ സാധനം ചെറിയ തെറ്റിയാണ്. കണ്ടോ, ചെറിയ പൂ. ക്യാമറയിൽ ഇതിന്റെ റെഡും ഈ റെഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കണ്ടോ, സോങ് എഴുതണമെങ്കിൽ പേപ്പറും പേനയും വേണം. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ലൈൻസ് എഴുതണം ഗൈസ്, അല്ല നമ്മൾ ചുമ്മാ എഴുതി കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എഴുതുന്ന ഇതിനെ ഒരു സോങ് ആക്കി മാറ്റണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ നോക്കാം, ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ എഴുതുന്ന ഈ ലിറിക്സ് നമ്മൾ അടുത്തൊരു സോങ് ആയിട്ട് മാറ്റാൻ പറ്റി കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും ഞാൻ എഴുതി നോക്കാം. പേനയും പേപ്പറും കോമൺ ആണ്, പക്ഷെ നമ്മൾ എഴുതുന്ന ലിറിക്സ് നമ്മുടെ വൊക്കാബുലറി, വേർഡ്സ്, റൈംസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ വരേണ്ടത്. സോ ബേസിക്കലി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരു ലെവലിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ലിറിക്സ് എന്താണോ അത് ഞാൻ ജസ്റ്റ് കുറിച്ചിടുന്നു. അതിനെ ഒരു അറേഞ്ച് ചെയ്ത് ഒന്ന് കറക്റ്റ് ആക്കി എടുത്തിട്ട് അത് ഞാൻ പാടും. ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു സംഭവം ഞാൻ പാടും. പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻസ്, യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ എഴുതാൻ കഴിയും. എന്തായാലും നമുക്ക് ഇന്നത്തെ 24 അവർ ടൈമുണ്ട്. ഇപ്പം മണി എത്രയാ? ഇപ്പം വന്നിട്ട് 12:49. ഈ 12:49 തൊട്ട് 11:59 വരെയാണ്. ഇത്രയും ടൈമുണ്ട്. പക്ഷെ അതിനുള്ളിൽ എഴുതി തീർത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പാടി നിങ്ങളെ കേൾപ്പിക്കണം. അതാണ് ഇന്നത്തെ ഈ വ്ളോഗിലെ മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ച്. പക്ഷെ അന്നും ഒരു വിഷയമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഞാൻ മുമ്പ് കുറച്ച് സോങ്സ് ഒക്കെ എഴുതിയ ചെറിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അത് വലിയ ടാസ്ക് ആയിട്ട് തോന്നണില്ല. എന്നാലും കുറെ നാളിന് ശേഷം ഇന്ന് എഴുതി തുടങ്ങാം. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും സംഭവങ്ങളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ കുറച്ച് ടോപ്പിക്കുകൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ടോപ്പിക്കുകൾ ചിന്തിച്ചിട്ട് എനിക്ക് എക്സാക്ട്ലി ഏതാണ് എന്റെ മൈൻഡിൽ എഴുതാൻ തോന്നുന്ന ഒരു ടോപ്പിക്ക് അത് ഞാൻ നിങ്ങളടുത്ത് പറയാം. അപ്പോൾ ഒരു 10, 15, 20 മിനിറ്റോളം അത് ചിന്തിക്കാൻ വേണം. ഏത് ടോപ്പിക്കിനെ കുറിച്ച് എഴുതണമെന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ എടുത്തിട്ട് അതിനെ കുറിച്ച് നമുക്ക് എഴുതി തുടങ്ങാം. ഓക്കെ, പേന പേപ്പർ എന്തായാലും ഞാൻ ഫസ്റ്റ് എടുത്തിട്ട് ചിന്തിച്ചിട്ട് ടോപ്പിക് ഏതാണെന്ന് നിങ്ങളടുത്ത് പറയാം. അരെ ഭാർഗവി ദീദി ഉറങ്ങുകയാണോ? എന്തിനാണ്? ഇത് കണ്ട ഭാർഗവ വീണ്ടും കടി കൂടി കയ്യില് മുറിവ് കണ്ട എന്റെ പൊന്നു. കുഴമ്പൊക്കെ ഇട്ട് കൊടുത്ത്, പക്ഷെ വീണ്ടും ഇത് പോയി കടി കൊടുക്കുക. അതാണ് എന്റെ കൈ നീരടിച്ചതാണ്. വേറെ സ്ഥലങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. ചില്ലറ പൊളപ്പല്ല. ഞാൻ ഇന്നലെ പിന്നെ ഞാൻ നിങ്ങളെ വ്ളോഗ് കാണിച്ചില്ലായിരുന്നു. ഇത് അതിന് ശേഷം പോയി സെറ്റാക്കിയതാണ് ഈ സാധനം. കണ്ട, ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ വിളിക്കണം. ഒരു പൂച്ച എടുപ്പിക്കല്ലോ ബോയ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. സാമ്പാർ, മാങ്ങ, തോരൻ, പൊരിച്ച മീൻ, കറിവെച്ച മീൻ. അപ്പൊ പതിവുള്ളത് നമുക്ക് തെറ്റിക്കണ്ട, നേരെ കഴിച്ചു തുടങ്ങിയാലേ. അയ്യോ, വയറ് വിശക്കള് എന്തോ ഊപ്പാളായിരിക്കും. വയറൊക്കെ എന്തോ ഫുള്ള് കാലിയാണ്. അയ്യോ, കാലി. അപ്പൊ നമ്മൾ കഴിച്ചു തുടങ്ങിയാലേ. കഴിച്ചു തുടങ്ങാം. സാമ്പാർ സാറിനോട് ഞാൻ ഇവിടെ കുറച്ച് പൊരിച്ച മീനോട് എടുത്താലേ. ഒരു പീസ് മാങ്ങ കൂടെ വയ്ക്കാം. One more attempt. അപ്പോൾ ഇതാ ഇത്രയും ചോറ് ഞാൻ കഴിച്ചില്ല. അങ്ങനെ ഒരു ബുക്ക് എടുത്തത് 2 പേന പോക്കറ്റ് ഇരിപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എഴുതി തുടങ്ങാം ഗൈസ്. ഇവിടെ ഇരുന്ന് എഴുതണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇവിടെ ഔട്ട് സൈഡ് വന്നിരുന്ന് എഴുതാന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് അവിടെ ഇരുന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈബായിരിക്കും. പക്ഷെ ഇവിടെ ഇരിക്കണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ നമ്മളെ കുളത്തിന്റെ സൈഡിലോട്ട് വന്ന ഗൈസ്. നമ്മുടെ കുളം താഴണ്ട, മഴ പെയ്ത് നിറഞ്ഞ് കിടക്കണമെന്ന് തോന്നണം കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ല ഭംഗിയല്ലേ ഇവിടുന്ന് ലുക്ക് വാങ്ങിയാണ്. ഓ, സെറ്റ് ലുക്ക് അല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് അധിക സമയമില്ല. ഈ ടൈമിൽ ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് കിഡിലായിട്ട് ഒരു സാധനം എഴുതിയെടുക്കാം. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ അതിന്റെ ഒരു ടൈം ലാപ്സ് കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്.
ഓക്കെ ഗൈസ്, അങ്ങനെ കുറച്ച് നേരത്തെ വെട്ടിയും തിരുത്തലിന് ശേഷം ഞാൻ എന്താ ഇത്ര എഴുതിയണ്ട. ഓക്കെ, ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് നമ്മളെ പണി എന്ന് പറഞ്ഞത്. ഏകദേശം ഒരു 10-12 ലിറിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഇതിന്റെ ഹുക്ക് പോർഷൻ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഞാൻ ഒന്ന് എഴുതിയിട്ട് അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. ഇനി ഇതാണ് വെട്ടിയും തിരുത്തി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്ന് കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കി എടുക്കണം. 30 മിനിറ്റ് നമ്മൾ ലിറിക്സ് എഴുതാൻ വേണ്ടി എടുത്ത് എഴുതിയിട്ട് പിന്നെ അടുത്ത 30 മിനിറ്റോളം ഞാൻ ഇതിനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് ചെയ്ത് ഇതാ വെട്ടിയും തിരുത്തും കണ്ടില്ലേ, ഇവിടെയായി. അപ്പൊ ആദ്യം ഇവിടെയാണ് എഴുതി തുടങ്ങാം, പിന്നെ എന്നിട്ട് ഇതാ ഇവിടെ ആയി. ഇത് മൊത്തത്തിൽ എഴുതി ഒന്ന് കറക്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് എടുക്കണം. മോൾഡ് ചെയ്ത് എടുക്കുകയാണ്. 24 hours നമ്മളത് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ കറക്റ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഒരു ശ്രമം കഴിയും. നമ്മൾ ശ്രമിച്ചു നോക്കാം. ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സാധനമില്ലേ, അപ്പോഴും നമ്മൾ ശ്രമിക്കും തോറും അത് ഡെവലപ്പ് ആവും. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 9 മണി വരെ ടൈമുണ്ട്. അതിനുള്ളിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും നോക്കാം. അങ്ങനെ ഉണ്ണിക്കുട്ട എന്താ വന്നിരുന്ന് ഫ്രീ ഫയർ കളിച്ചു തുടങ്ങി. ഉണ്ണിക്കുട്ടാ, ഡേയ് വെളിയിലോട്ട് ഇറങ്ങി. ഇവിടെ എക്കോ ആണ് കുറച്ച്. വാ, നിന്നോട് ഒരു കാര്യം പറയണ്ട്. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഇവന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓ, ഡോർ പറ. അടിച്ചു പോയല്ല. ഞാൻ മൊബൈലെട്. ഇന്നത്തെ എന്റെ വീഡിയോയുടെ കണ്ടന്റ് കേസ്. ഇന്ന് ഞാൻ മഴ പെയ്തോണ്ട് ഒരു കണ്ടന്റ് സെറ്റ് ചെയ്ത്. ഡെയിലി വ്ളോഗ് ചെയ്യണോണ്ടേ ഇന്ന് മഴ ആയതുകൊണ്ട് ഞാൻ ഒരു കണ്ടന്റ് സെറ്റ് ചെയ്ത്. ആ കണ്ടന്റ് ഏതെന്ന് നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അയ്യേ, വീഡിയോ ഞാൻ ഇതിലേക്ക് കിടക്കണം, ഫോണിൽ കിടക്കണം. എഡിറ്റ് ചെയ്യാൻ കൊണ്ടുപോയില്ല. ഓ, ഞാൻ അവിടെ എഡിറ്റ് ചെയ്തോണ്ടിരുന്ന ഇന്നത്തെ വ്ളോഗ് പറ്റുമോ? മഴ പെയ്തത് രാവിലെ പെയ്തില്ലേ? രാവിലെ തൊട്ട് ഉച്ച വരെ. നീ ഇവിടെ അങ്ങ് വല്ലേ? എന്നിട്ടല്ലടാ നീ പെയ്ത് തോന്നിട്ടില്ല നീയൊക്കെ മീൻ പിടിക്കാനെന്ന് പറഞ്ഞു വന്ന. ഇവന്മാര് മീൻ പിടിക്കാൻ വേണ്ടി വന്നേ. അപ്പൊ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വെച്ചപ്പോ പറ്റൂല എന്ന് പറഞ്ഞു. നാണം കിടന്ന്. എന്നിട്ട് നീയൊക്കെ ചൂണ്ടോണ്ടെന്ന് എവിടെ ഇട്ടാ? എവിടോ ചൂണ്ടോണ്ടെന്ന് ഇട്ടാ അവിടെ? വാ, നോക്കിട്ട് വരാം. നീ ഗസ് ചെയ്യ്. എന്റെ കണ്ടന്റ് ഗസ് ചെയ്യ്. എന്തിനാണ് മഴയത്ത് കുളിക്കണേ? പോടാ, മഴയൊക്കെ തീർന്നില്ലേ? ഇതാ മഴ തോന്നുന്നു. ക്ലൂ എന്ന് പറഞ്ഞാൽ CLUE. ഞാൻ നിന്റെ കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എടാ, നേരത്തെ ഞാൻ നിന്റെ കൂടെ പറഞ്ഞു. നിനക്ക് ഞാൻ ഒരു ചലഞ്ച് വന്ന്. ഓ, നിനക്ക് 20 മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത് റെക്കോർഡ് ചെയ്യില്ലായിരുന്നു. കാരണം ഇനി ഇവന്റെ കൂടെ 20 മിനിറ്റ് മുമ്പേ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി ഒരു ചലഞ്ച് പോലെ ഞാൻ പറഞ്ഞായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ഏത് 1 മിനിറ്റ് സംസാരിക്കണേന്നല്ല, 1 മിനിറ്റ് സംസാരിക്കണ ചലഞ്ച് ചെയ്യണ ലൈവില് വ്ളോഗില്. എവിടെ കൊണ്ടിട്ടാ നിങ്ങൾ ചൂണ്ട? എവിടെയാണ്? സിമ്പിൾ ആണ്. ഇവിടെയാടാ, ഇവിടെ കൊണ്ടിട്ടാ മാതിരി സംഭവം. ഇതില് മീനുണ്ട്, പക്ഷെ ആമയാണ്. മീനുണ്ട്, ആമയുണ്ട്. ഇവിടെ ഇരുന്ന ചൂണ്ട യാത്ര ചെയ്ത് എടുത്തോണ്ടോടാ. ആമയുണ്ടല്ലേ, ആമ അടിച്ചെടുത്തോണ്ട്. ഈ സൈഡ് ഉള്ള വേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ തട്ടിയിട്ടിരിക്കും. ആലോചിക്കട്ടെ. ഞാൻ അവൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് അവന് ഓർമ്മയിട്ടല്ലേ? ഓർമ്മയുണ്ടോ? ആലോചിച്ചത് തോറ്റ നീ സമ്മതിച്ചു കഴിഞ്ഞാൽ എപ്പ പറയാം. അയ്യേ, ഞാൻ ആലോചിക്ക്. അപ്പൊ ഞാൻ നാളെ കണ്ടന്റ് വരും. ഇവിടെ ഇട്ടാണ് തവളച്ചാട്ടം ചാടിച്ചോ. എന്റെ പുല്ല് ഇവിടെ എത്ര നനഞ്ഞ് ചർക്കലായിട്ട് കിടക്കണം. ഇവിടെ കിടന്നാണ് ഞാൻ ഇന്നലെ തവളച്ചാട്ടം ചാടിയ. നാട്ടുകാരൊക്കെ നോക്കി ചിരിയായിരുന്നു സത്യം പറഞ്ഞു. അയ്യോ, ഇവൻ പറഞ്ഞു എന്തൊരു നീ പറഞ്ഞു എന്നിട്ട് ശരിയായില്ല എന്നല്ലേ? ഓഹോ, ഇത് പറ, ഇന്നലെ കണ്ടന്റ് പറ. വാ, വീട്ടിലോട്ടോ വാ. ഇവനെ കണ്ടന്റ് കിട്ടിയില്ലേ? അറിഞ്ഞൂടല്ലോ, ഒട്ടും അറിഞ്ഞൂടല്ലേ? പറയട്ടാ ഇനി പറയട്ടാ ഗൈസ്, റിവീൽ ചെയ്യട്ടാ, പറയട്ടാ. എടാ, റാപ്പ് സോങ്. അയ്യേ, നിനക്ക് ഇവന്റെ കൂടെ ഞാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞിരുന്നത് ഒരു റാപ്പ് എഴുതാം 5 മിനിറ്റില്. അത്ര 15 മിനിറ്റില് ഒരു റാപ്പ് എഴുതാൻ പറഞ്ഞു. അതെനിക്ക് ഓർമ്മ കിട്ടിയില്ല. നിനക്ക് കിട്ടാത്ത ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ല. തൊട്ടടുത്ത് നിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതായിരിക്കും ഇന്നത്തെ എന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞില്ലേ? സോ അതായിരുന്നു ഇന്നത്തെ കണ്ടന്റ്. ഞാൻ അങ്ങനെ കുറച്ച് ലിറിക്സ് കുറിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഡേ എൻഡ് ചെയ്യണതിന് മുമ്പേ എന്തായാലും ഏകദേശം ലിറിക്സ് എല്ലാം സെറ്റ് ആവും. വ്ളോഗ് എൻഡ് ചെയ്യണ ടൈമിൽ ഞാൻ ആ ഒരു എന്റെ സോങ് പാടി അവസാനിക്കും. ടൂണൊന്നും വിട്ടിട്ടില്ല ഗൈസ്, എന്നാലും നമ്മുടെ റോ ആയിട്ടുള്ള ലിറിക്സ് ആയിരിക്കും. ഓക്കെ, പാട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാം, നാളെ കാണിച്ചു തരും. വേണ്ട, നീ പാടണ്ട. നീ അല്ലാതെ ഒരു പാട്ട് പാടും. അല്ല, ഒരു പാട്ട് പാടും. അതാണ് ചലഞ്ച്. അതാണ് ഞാൻ ചോദിച്ചത്. നിന്നോട് 15 മിനിറ്റ് കൊണ്ട് എഴുതാൻ പറ്റും. അല്ലെ, ഇന്ന് വീട്ടിൽ പോയിരുന്ന എഴുതിയിട്ട് ഒന്ന് എടുത്തോണ്ടോ? ഇല്ല ഇല്ല മോനെ, ഇല്ല. ഞാൻ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇല്ലടാ എടാ, ഇല്ലടാ. ഇപ്പൊ വന്നല്ല. എല്ലാരും ട്രൈ ചെയ്തോ. ഞാൻ എഴുതി വായിച്ചു കിടക്കണേ. നിന്നെ കൊണ്ട് പറ്റും പോലെ വായിച്ചു നോക്ക്. നീ ഓ Yeah bro, you don't need freaking negativity. ഉയർന്നു പറക്കാൻ നീ മാറി നിൽക്കണം. ടോക്സിസിറ്റി നിനക്ക് വേണ്ടത് ഫുൾ പോസിറ്റിവിറ്റി. നിന്റെ എബിലിറ്റി വിശ്വസിച്ചാൽ പോകും നീ ഇൻഫിനിറ്റി. എപ്പടി ഇൻഫിനിറ്റി. ഓക്കെ ഗൈസ്, അപ്പോഴും ഞാൻ ബാക്കിയും കൂടെ എഴുതി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സെറ്റ് ആയിട്ട് ഇന്നത്തെ ഒരു ഡേ തീർന്നതിന് മുമ്പ് വെച്ച് നമുക്കിത് പാടി ഒന്ന് സെറ്റ് ആക്കാം.
അങ്ങനെ പറഞ്ഞു പോയ ഞാൻ എന്താ ഇന്ന് നെക്സ്റ്റ് ഡേ ആണ് പറഞ്ഞ ഗൈസ്. അന്ന് രാത്രി ഞാൻ ഇതിന് എല്ലാം എഴുതി കംപ്ലീറ്റ് ആക്കി വെച്ചാൽ മൊത്തത്തിൽ എഴുതി നമ്മുടെ സോങ് എല്ലാം കംപ്ലീറ്റ് ആക്കി ചലഞ്ചും കംപ്ലീറ്റ് ആക്കി. പക്ഷെ പാടി നിങ്ങളെ മുമ്പ് പ്രസന്റ് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല ഗൈസ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് തൊട്ട് ഫ്രണ്ടിലെ ലൈന് പൊട്ടിക്കണം. ഞാൻ കാണിച്ചു തരാം. ലൈൻ മീൻസ് ഇലക്ട്രിസിറ്റി ലൈനാണ്. കാണിച്ചു തരാതെ. അതുകൊണ്ട് ഈ കാണുന്ന ആ സൈഡിലെ ലൈന് പൊട്ടി താഴെ ഇവിടെ വീണു. അന്നത്തെ ദിവസം ഫുള്ള കറണ്ട് ഇല്ലായിരുന്നു. പിറ്റേന്ന് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ഡേ ആണ് ഞാൻ ഇപ്പൊ ഈ സംഭവം എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ 2-3 ദിവസം കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ വേറൊരു ലൈനോട് പൊട്ടിക്കണം. കാണിച്ചു തരാം. ഇത് അവിടെ ആ ഒരു റബ്ബർ നിൽക്കണ കണ്ടുകൂടാ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഇത് ആ റബ്ബറിന്റെ ആ ചില്ലുണ്ട്, അത് ഇളവി താഴെ വന്ന് വീണ് ദോ കിടക്കണം. കണ്ടില്ലേ? ദോ കിടക്കണം. അതും വീണ് 2 ദിവസത്തേക്ക് കറണ്ട് ഇല്ലായിരുന്നു. ഇത് ഇനിയിപ്പോ ഞാൻ എന്റെ നെക്സ്റ്റ് ഡേ ആണ് എടുക്കുന്നത്. ആ സംഭവം എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇനി ഇതിനെ റീഡ് ചെയ്ത് ഇനി ഇതിനെ നമുക്ക് പാടി സെറ്റ് ആക്കണം. അപ്പൊ അത് ഞാൻ വിചാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അതിനെ പാടി ഞാൻ ഒന്ന് ഔട്ട് എടുക്കാം നമുക്ക് ഇതിന്റെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇത് പാടാനാണ് പോകണം. എവിടെ പോണം? നീ ഭയങ്കര തിരക്കാണല്ലേ? ഓ പിന്നെ കുഴപ്പമില്ല. നമുക്ക് ചില സമയമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മൾ വിചാരിക്കും പോലെ ആയിരിക്കില്ല സാഹചര്യങ്ങൾ പോകുന്നത്. സോ അതിനൊത്ത് നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. നമ്മൾ എഴുതിയ റാപ്പിന്റെ പേരാണ് ഒറ്റ മനിതൻ. അതാണ് ഞാൻ ടോപ്പിൽ സെലക്ട് ചെയ്തത് ഗൈസ്. ഏകനായിട്ടുള്ള ഒരു വ്യക്തി. അത് എന്നെയൊന്നും അല്ലേ, ഞാൻ അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി എഴുതിയതാണ്. നമുക്ക് വായിച്ചോ. ഓക്കെ, ഞാൻ ഇത് ടൂണൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ മനിതൻ. ഞാൻ ഒറ്റ വാക്കിൽ ഒറ്റ മനിതൻ ചുടുവേദനയിൽ തീ കൊളുത്തി വാക്കുകൾ വെളിച്ചമാക്കി നീതിയിൽ തുലാസ് തൂക്കി എരിയും കനലൂതി ഊതി ഇരുളിൽ തിരിവെട്ടമായി ശൂന്യമായ വീതിയിൽ ഏകനായി നടന്നു നീ, ഒറ്റയായി പിറന്നു നീ, ഒറ്റയായി വളർന്നു നീ, ഒറ്റയായി തളർന്നു നീ, ഒറ്റയായി കരഞ്ഞു നീ, ഒറ്റയായി ചിരിച്ചു നീ, ഒറ്റയായി അരഞ്ഞു നീ, ഒറ്റ മരത്തണലിനായി ഒറ്റയാശയത്തിൽ പുറകെ വീരനായി നടന്നു നീ. 10 വരിയിൽ ഞാൻ രചിക്കും ശിഷ്ടമുള്ള റാപ്പിംഗ് തീ. 1 1000 ശ്രമങ്ങൾ, 2 1000 തളർച്ചകൾ, 3 1000 അലർച്ചകൾ, 4 1000 മുറിവുകൾ, 5 1000 അറിവുകൾ, 6 1000 ഉറവകൾ, 7 1000 ഉണർവുകൾ, 8 1000 ഉറപ്പുകൾ, 9 1000 ഉയർച്ചയിൽ, 10 1000 സൂര്യശോഭകൾ. ഭയപ്പെടില്ല മർത്യ നീ, തോൽവി നിനക്ക് മിഥ്യയാ. ദീർഘനേര വീക്ഷണം തടസ്സമെല്ലാം തച്ചുടച്ച് എരിയും തീയിൽ സംഹരിച്ച് ധീരനായി ജയിച്ചു വാ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പൊ ഇത്രയും സംഭവം നമ്മൾ കഴിഞ്ഞ 24 ഹവറിനുള്ളിലുള്ള ഒരു ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ എഴുതി വെച്ച റാപ്പ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. ഇല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇത് പിന്നെ മ്യൂസിക് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ DM ചെയ്യുക. നമുക്ക് ഒരുമിച്ച് കൊളാബ് ചെയ്യാം ഗൈസ്. ഈ ഒരു ഡെയിലി വ്ളോഗിന്റെ കണ്ടന്റ് ഇതായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ മാക്സിമം എന്റെ ഒരു എഫേർട്ട് ഇട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ലിറിക്സ് കംപ്ലീറ്റ്ലി ഞാൻ എഴുതിയെടുത്തിരിക്കുന്നത്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ് ഫിനിഷ്. 24 ഹവറിനുള്ളിൽ ഒരു റാപ്പ് എഴുതി പ്രസന്റ് ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത് 24 ഹവറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പൊ അത് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല. സോ ഇത് ഫെയിലിയർ ആണോ സക്സസ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യും. എനിക്ക് കൂടുതൽ അറിയില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഇതിന് യഥാർത്ഥമായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ ഗൈസ് അതായിരുന്നു നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി പിടിക്കുക, ബെല്ലൈക്കണിൽ ഒരു തിരികുതിക്കോ. പീസ്.